സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതായത് അബ്രിവേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു 15 അബ്രിവേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്തായാലും LDC മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം, 12th ലെവൽ മെയിൻ എക്സാമിന് ഇതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന അബ്രിവേഷനാണ് FTP. എന്താണ് FTPയുടെ പൂർണ്ണ രൂപം? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് FTP. FTPയുടെ പൂർണ്ണ രൂപം എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTPയുടെ പൂർണ്ണ രൂപം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫസ്റ്റ് പഠിക്കുന്ന പൂർണ്ണ രൂപമാണ് FTP. FTPയുടെ പൂർണ്ണ രൂപം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. രണ്ടാമത്തേലേക്ക് പോവാം. POPയുടെ പൂർണ്ണ രൂപം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. POPയുടെ പൂർണ്ണ രൂപം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. അപ്പോൾ രണ്ടാമത് പഠിച്ചതാണ് POPയുടെ പൂർണ്ണ രൂപം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ TCP/IP ആണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IP ആണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IP that is transmission control protocol for internet protocol. അതായത് FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അടുത്തത് പോവാം. അടുത്തതാണ് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ HTTPയുടെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അഞ്ചാമത്തെ പോവാം. അഞ്ചാമത്തെ WAP ആണ്. WAPയുടെ പൂർണ്ണ രൂപം വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. WAPയുടെ പൂർണ്ണ രൂപം വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. WAPയുടെ പൂർണ്ണ രൂപം വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. WAPയുടെ പൂർണ്ണ രൂപം വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. അടുത്ത് പോവാം. HTTP. നമ്മൾ നേരത്തെ പറഞ്ഞ HTTP അതേപോലെ HTTPS എന്നുണ്ട്, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. HTTPS. ആറാമത്തത് HTTPS അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആയിരുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. HTTPS എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അടുത്ത നോക്കാം. ഏഴാമത്തത് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML ആണ്.
ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്ത എട്ടാമത്തെ നോക്കാം. എട്ടാമത്തെയാണ് XML. XML ആണ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. XML ആണ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. എട്ടാമത്തത് XML ആണ്. XML എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്ക് അപ്പ് ലാംഗ്വേജ്. XML ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. XMLന്റെ പൂർണ്ണ രൂപം എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. XMLന്റെ പൂർണ്ണ രൂപം എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്ത ഒമ്പതാമത്തെ പോവാം. ഒമ്പതാമത്തേന്ന് പറഞ്ഞാൽ കോബോൾ ആണ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോബോൾ. കോബോളിന്റെ പൂർണ്ണ രൂപം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോബോളിന്റെ പൂർണ്ണ രൂപം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോബോളിന്റെ പൂർണ്ണ രൂപം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. അടുത്ത പൂർണ്ണ രൂപത്തിലേക്ക് പോവാം. അടുത്തതാണ് ബേസിക്. ബേസിക് എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബേസിക്കിന്റെ പൂർണ്ണ രൂപം ബിഗിനേഴ്സ്. ബേസിക്കിന്റെ പൂർണ്ണ രൂപം ബിഗിനേഴ്സ് ഓൾ പർപ്പസ് symbolic instruction code. Beginners all purpose symbolic instruction code. Beginners all purpose symbolic instruction code. Basic ന്റെ പൂർണ്ണ രൂപം beginners all purpose symbolic instruction code. ബേസിക്കിന്റെ പൂർണ്ണ രൂപം ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. അടുത്തത് GUI. GUIന്റെ പൂർണ്ണ രൂപം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. GUIയുടെ പൂർണ്ണ രൂപം GUIയുടെ പൂർണ്ണ രൂപം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. GUIയുടെ പൂർണ്ണ രൂപം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. GUIയുടെ പൂർണ്ണ രൂപം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അടുത്ത URL ആണ്. URLന്റെ പൂർണ്ണ രൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 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 അടുത്ത 13ാമത്തത് DNS ആണ്. DNS എന്താണ്? ഡൊമെയിൻ നെയിം സിസ്റ്റം. DNS എന്താണ്? DNS ഡൊമെയിൻ നെയിം സിസ്റ്റം. DNSന്റെ ഫുൾ ഫോം ഡൊമെയിൻ നെയിം സിസ്റ്റം. DNSന്റെ പൂർണ്ണ രൂപം ഡൊമെയിൻ നെയിം സിസ്റ്റം. അടുത്ത 14ാമത്തെ WWW. WWWന്റെ പൂർണ്ണ രൂപം വേൾഡ് വൈഡ് വെബ്. 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 അടുത്ത WWWW വേൾഡ് വൈഡ് വെബ് വേം. 15ാമത്തെയാണ്. അതായത് 4 W വരെ. WWWW അതായത് വേൾഡ് വൈഡ് വെബ് വേം. വേൾഡ് വൈഡ് വെബ് വേം. WWWW വേൾഡ് വൈഡ് വെബ് വേം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 15 അബ്രിവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് LDC മെയിൻസ്, 12th ലെവൽ മെയിൻസും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഇത് ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.